രണ്ടാമത്തെ ചോദ്യം, ബാങ്കിന് ശേഷമുള്ള ദുആയ് ഇഖാമത്തിന് ശേഷവും പറയേണ്ടതുണ്ടോ? ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന മറുപടിയും അതിനുശേഷമുള്ള ദുആവും ഇഖാമത്തിന് ശേഷവും പറയേണ്ടതുണ്ടോ? ഈ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ബാങ്ക് പോലെ തന്നെയാണ് ഇഖാമത്തും. അതുകൊണ്ട് ബാങ്കിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇഖാമത്തിലും പറയേണ്ടത്. ബാങ്കിൽ എന്താണോ പറയുന്നത് അത് ഇഖാമത്തിലും പറയൽ മുസ്തഹബാണ് എന്ന്. ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഒരഭിപ്രായം ഇതാണ്. ഹനഫി മദ്ഹബിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ്. ആധുനികരായ സലഫി പണ്ഡിതന്മാരിൽ അൽ ലജ്നത്തു ദായിമ എന്ന ഫത്വ ബോർഡിൻ്റെ അഭിപ്രായവും ഇതാണ്. ഇമാം ഇബ്നു ബാസ്, അൽബാനി റഹിമഹുമല്ലാ ഇവിടെയും അഭിപ്രായം ഇതാണ്. എന്നാൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ, ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ബാങ്കിൻ്റെത് ഇഖാമത്തിൽ മുസ്തഹബല്ല, ബാങ്കിൻ്റെത് ബാങ്കിന് മാത്രമാണ് എന്നാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അവർ പറയുന്നത് ബാങ്ക് പോലെ തന്നെയാണ് ഇഖാമത്തും. ബാങ്കും ഇഖാമത്തും രണ്ടും ബാങ്കാണ്. ഇഖാമത്ത് അദാനുൻ സാനിൻ, രണ്ടാമത്തൊരു ബാങ്കാണ്. അതുകൊണ്ട് ബാങ്കിന് കൊടുക്കുന്ന അതേ മറുപടി ഇഖാമത്തിനും കൊടുക്കണം. അപ്പോൾ മുഖീം, ഇഖാമത്ത് കൊടുക്കുന്ന ആൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം. മുഖീം ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. എന്നാൽ മുഖീം ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളും ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാ എന്നാണ് പറയേണ്ടത്. എന്നാൽ അഖാമ അല്ലാഹു വ അദാമഹ എന്നുള്ളത് പറയാൻ പറ്റുകയില്ല. ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുമ്പോൾ അഖാമഹ അല്ലാഹു വ അദാമഹ എന്ന് പറയണമെന്നുള്ളത്. സലഫി പണ്ഡിതന്മാർ പറഞ്ഞു ആ ഹദീസ് ലഈഫാണ്, അതുകൊണ്ട് ആ വാചകം പറയാൻ പറ്റുകയില്ല. മറിച്ച് ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതേപോലെ തന്നെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്നത് പോലെ അല്ലാഹുമ്മ റബ്ബ ആദിഹി ദഅവത്തി താമ്മ എന്ന ദുആവും ഇഖാമത്തിന് ശേഷവും പറയൽ മുസ്തഹബാണ് എന്ന്. അവരിതിന് തെളിവായി കൊണ്ടുവരുന്ന ഹദീസ് ബാങ്കിൻ്റെ ഹദീസാണ്. നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മുഅദ്ദിൻ എന്താണോ ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ എന്താണോ പറയുന്നത് അത് തന്നെ നിങ്ങളും പറയണം എന്ന ഹദീസാണ് ഇഖാമത്തിന് വേണ്ടിയിട്ടും അവർ തെളിവായിട്ട് കൊണ്ടുവരുന്നത്. വല്ലാഹു അഅലം. اسمع كلام محقق في قوله لا ينثني عنه ولا